എല്ലാ കൂട്ടുകാർക്കും മൈഡിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജീവൻ പ്രമാൺ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നമുക്ക് പെൻഷനുകളും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫീസുകളിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് ലൈഫ് സർട്ടിഫിക്കറ്റ്. ലൈഫ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷകൾ കൊടുക്കാനും മറ്റും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ജീവൻ പ്രമാൺ. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമുക്ക് മെയിൽ ഓപ്പൺ ചെയ്യാം. നമ്മുടെ വിൻഡോസ് 10-ലും വിൻഡോസ് 7-ലും ഏകദേശം ഒരുപോലെ തന്നെയാണ് നമ്മുടെ ജീവൻ പ്രമാൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ .NET 4.5-ഉം 3.2-ഉം ഒക്കെ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ബയോമെട്രിക് ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇമെയിൽ ID ഓപ്പൺ ആക്കിയതിന് ശേഷം ഗൂഗിൾ ക്രോമിൻ്റെ ഒരു പുതിയ ടാബ് കൂടി ഓപ്പൺ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ മുകളിൽ വശത്ത് നമ്മുടെ ഓപ്പണായി കിടക്കുന്ന ടാബിൻ്റെ വലതുവശത്തായിട്ടൊരു പ്ലസ് ചിഹ്നം ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഗൂഗിൾ സെർച്ചിനകത്ത് ജീവൻ പ്രമാൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന പേജിൽ നിന്ന് ജീവൻ പ്രമാൺ .gov.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ജീവൻ പ്രമാൺ ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോർ പെൻഷനേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ നമ്മുടെ ഇമെയിൽ ID നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID, നിലവിലുള്ള ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്ത് I agree to download എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു OTP നമ്മുടെ മെയിലിലോട്ട് വന്നിട്ടുണ്ടാകും. നമ്മുടെ മെയിലിൻ്റെ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെയിൽ കിട്ടുന്നതായിരിക്കും. ജീവൻ പ്രമാണിൻ്റെ സൈറ്റിൽ നിന്നൊരു മെയിൽ വരും. അതിനകത്തൊരു OTP ഉണ്ടാവും. ആ OTP നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ ജീവൻ പ്രമാണിൻ്റെ സൈറ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പേജിൽ തന്നെ ഫോർ വിൻഡോസ് OS ഫോർ മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വിൻഡോസ് OSൻ്റെ തൊട്ട് താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് നമ്മുടെ മെയിലിൽ ജീവൻ പ്രമാണിൻ്റെ സൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് ജീവൻ പ്രമാൺ ഇൻസ്റ്റാളർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ജീവൻ പ്രമാണിൻ്റെ ഒരു സിപ്പ് ഫയൽ നമ്മുടെ കമ്പ്യൂട്ടർ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം അതിൻ്റെ വലത്ത് സൈഡ് കാണുന്ന ചെറിയ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം ഷോ ഇൻ ഫോൾഡർ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡായ നമ്മുടെ ഫയലിൻ്റെ മുകളിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ടു ജീവൻ പ്രമാൺ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ആ RAR ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫോൾഡറായിട്ട് നമുക്ക് താഴെ ലഭിക്കും. അപ്പോൾ ഈ ഫോൾഡറിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ജീവൻ പ്രമാൺ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ആപ്ലിക്കേഷൻ ഫയലിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ
ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ എല്ലാം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. മോർഫോയുടെ ബയോമെട്രിക് ഡിവൈസ് ഉപയോഗിക്കുന്നതാണ്. താഴത്തെ ആ കോളം കൂടി ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ കൊടുക്കുക. റൺ ജീവന പ്രമാണം എന്നുള്ള അൺചെക്ക് ചെയ്ത് വിടുക. എന്നിട്ട് ഫിനിഷ്. സോ നമ്മുടെ കമ്പ്യൂട്ടറിൽ ജീവൻ പ്രമാൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ജീവൻ പ്രമാൺ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആരാണോ ഉപയോഗിക്കുന്നത് അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതിനായി നമ്മൾ ആധാർ കാർഡ് നമ്പരും മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ ID എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആരാണോ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, അവരുടെ ആധാർ നമ്പരും അവരുടെ മൊബൈൽ നമ്പരും അവരുടെ ഇമെയിൽ അഡ്രസ്സുമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് OTP എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP ഈ വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഈ കാണുന്ന വിൻഡോയിൽ. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്ന വിൻഡോയിൽ ഓപ്പറേറ്റർ നെയിം, ആരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ ആ ചെക്ക് ചെയ്യേണ്ട ബോക്സിന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ബയോമെട്രിക് സ്കാൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബയോമെട്രിക് ഡിവൈസിൽ നമ്മുടെ ഫിംഗർ വെച്ച് സ്കാൻ ചെയ്യുക. അപ്പോൾ ക്യാപ്ചർഡ് സക്സസ് എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മുടെ പേര് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ജീവൻ പ്രമാണം ഓപ്പണായി വരുന്ന വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമറിന് ലൈഫ് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ് എന്ന് വരുന്നത്. അതിന് വേണ്ടിയിട്ട് കസ്റ്റമറിൻ്റെ ആധാർ നമ്പരും കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പരും നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുക. ഇമെയിൽ ID മാൻഡേറ്ററി അല്ല. ലൈഫ് സർട്ടിഫിക്കറ്റ് നമ്മൾ കസ്റ്റമർക്ക് എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്ന എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജനറേറ്റ് OTP കൊടുക്കുക. OTP ആ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പറിനകത്ത് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് OTP എടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്ന വിൻഡോയിൽ പെൻഷണറുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ടൈപ്പ് ഓഫ് പെൻഷൻ കൊടുക്കുക. ആ പെൻഷൻ്റെ ഓർഗനൈസേഷൻ ടൈപ്പ് കൊടുക്കുക. ആ പെൻഷൻ സാങ്ഷൻ ചെയ്യുന്ന അതോറിറ്റി ഏതാണോ അത് കൊടുക്കുക. ഡിസ്ബേഴ്സിങ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുന്നത് ബാങ്ക് വഴിയാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുക. ഏത് ബാങ്ക് ആണെന്നുള്ളതാണ് ഏജൻസി. നമ്മുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ PPO നമ്പർ, പെൻഷൻ നമ്പർ നമ്മളതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെൻഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെൻഷൻ നമ്പരും അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ആ വിൻഡോയിൽ വന്നിരിക്കുന്ന റീമാരീഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്, റീഎംപ്ലോയിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അത് ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വന്നിരിക്കുന്ന കോളങ്ങൾ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ള ചോദ്യമാണ് അത് തരുന്നത്. നമ്മൾ യെസ് കൊടുത്ത് അതിനുശേഷം വരുന്ന വിൻഡോ ബ്ലാങ്ക് ആയിരിക്കും. അതിൽ നമുക്ക് ബയോമെട്രിക് സ്കാനിന് വേണ്ടി കൊടുത്ത് അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ബയോമെട്രിക് സ്കാൻ ചെയ്യുക. നമ്മുടെ വിരല് ബയോമെട്രിക് സ്കാനറിൽ വെച്ച് കൊടുക്കുക. ക്യാപ്ചർ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ജീവൻ പ്രമാൺ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് വരേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.